ഈശോയിലും പരിശുദ്ധ കന്യകാമാതാവിലും ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ജയന്തച്ച, ലിബിനച്ച, സിസ്റ്റേഴ്സ്, തിരുനാളേറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധി സമൂഹം, പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസിന് നമ്മൾ പരസ്പരം വിഷ് ചെയ്യുന്നൊരു കാര്യമാണ് ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് അല്ലേ. അതേപോലെ ഒരു പ്രയോഗമാണ് പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിന് മേരിമസ്. ക്രിസ്മസ് എന്ന് പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസ്, മേരിയുടെ ജനനം മേരിമസ്. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളെല്ലാവരോടും വിഷ് ചെയ്യാനുള്ള ഇതാണ് ഹാപ്പി മേരിമസ്. നമുക്കെന്ത് പറയാം? ഹാപ്പി മേരിമസ്. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനുസ് തെക്കും. കർത്താവ് അയച്ച ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ പക്കൽ വന്നിട്ട് അവളോട് പറഞ്ഞ കാര്യമാണ്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കൃപ നിറഞ്ഞിരിക്കുക. കൃപ നിറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ എല്ലാത്തരം പുണ്യങ്ങളും ഒരു വ്യക്തിയിലായിരിക്കുക എന്നാണ് അർത്ഥം. ഒരു പുണ്യം പോലും മാറ്റി നിർത്താതെ എല്ലാത്തരം പുണ്യങ്ങളും, നമുക്കറിയാം പലതരം പുണ്യങ്ങളുണ്ട്, എല്ലാത്തരം പുണ്യങ്ങളും നിറഞ്ഞ് വിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മറിയമെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ദിവസം അവളുടെ തിരുനാൾ, ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് ഏറ്റവും മഹത്തായ ഒരു തിരുനാളാണ്. നമുക്കറിയാം സഭയിൽ 3 പേരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോയുടേത്, അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റേത്, സ്നാപക യോഹന്നാൻ്റേത്. ആദ്യത്തെ സ്നാപക യോഹന്നാനും ഈശോയും നമുക്ക് സുവിശേഷത്തിലുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റേത് യാക്കോബ് എഴുതിയ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു അപ്പോക്രിഫൽ സുവിശേഷമാണത്. പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം നമ്മൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കാൽവരിയിൽ ഈശോ അവളെ നമുക്ക് അമ്മയായി നൽകി. വിശുദ്ധ കൊച്ചറേസ്യയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ കൊച്ചറേസ്യ ഒരിക്കൽ ഇപ്രകാരം മറിയത്തോട് പറഞ്ഞു, മറിയമേ എൻ്റെ അമ്മേ, ഞാൻ നിന്നെക്കാളും ഭാഗ്യവതിയാണ്. അല്ലെ, എലിസബത്ത് മറിയത്തെ നോക്കിയിട്ട് പറഞ്ഞ എന്താണ്? കർത്താവിൻ്റെ വചനം സംഭവിക്കുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. ഈ ഭാഗ്യവതി എന്ന് വചനം പറയുന്ന മറിയത്തെ നോക്കി കൊച്ചറേസ്യ പറഞ്ഞെന്താ അറിയാവോ? മറിയമേ നിന്നേക്കാളും ഞാൻ ഭാഗ്യവതി. കാരണം എന്താണ്? നിന്നെ കണക്കൊരു അമ്മ എനിക്കുണ്ട്, നിന്നെ കണക്കൊരു അമ്മ നിനക്കില്ലല്ലോ. അപ്പം അത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. കാരണം എന്താണ്? നമ്മൾക്ക് അമ്മയായി നൽകപ്പെട്ടിരിക്കുന്ന ആരാണ്? ദൈവപുത്രൻ്റെ തന്നെ അമ്മയാണ്. ദൈവപുത്രൻ്റെ തന്നെ അമ്മ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മുടെ അമ്മയുടെ ഈ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുവാനായിട്ട് തിരുസഭ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ ഈ ഓരോ തിരുനാളുകളും എല്ലാ മാസവും ഉണ്ട് നമ്മൾക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളുകൾ. ഏറെ പ്രത്യേകമായിട്ട് ഈ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ മറിയമ്മയുടെ ദൈവത്തോട് ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്, ഈ അമ്മയ്ക്ക് യോജിക്കുന്ന മകനായി മകളായി ഞാൻ ജീവിച്ചുകൊള്ളാം. അപ്പോൾ ഓരോ തിരുനാളുകളിലും പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു പ്രതിജ്ഞ. ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ നമ്മൾ ആയിരുന്നുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സഭാസമക്ഷം നടത്തുന്നൊരു പ്രതിജ്ഞയാണ് നമ്മുടെ വ്രതവാഗ്ദാനങ്ങളുടെ, നമ്മുടെ മാമോദീസ വ്രതങ്ങളുടെ നവീകരണമാണെന്ത്? മറിയത്തിനു ചേരുന്ന മകനായി മകളായി ജീവിച്ചു കൊള്ളാം. ഇപ്രകാരം മറിയത്തിൻ്റെ കൃപകളുടെ പുണ്യങ്ങളുടെ ജീവിതം ഒന്ന് നയിച്ച 3 വ്യക്തികളെ ഒന്ന് എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭാരതീയ ദർശനത്തിൽ നമ്മൾ ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുക അല്ലേ. വേളാങ്കണ്ണി മാതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത്, ആരോഗ്യമാത അല്ലേ, ആരോഗ്യമാതാവാണ്. അപ്പോൾ പരിശുദ്ധ മറിയം ആരോഗ്യ മാതാവായതുകൊണ്ട് സുവിശേഷത്തിൽ ഈശോ നടത്തുന്ന 3 സൗഖ്യങ്ങളെ എടുത്തിട്ട് ആ അത്ഭുതങ്ങളിൽ ഉള്ള 3 വ്യക്തികൾ എപ്രകാരം പരിശുദ്ധ മറിയത്തിൽ വിളങ്ങി തിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങൾ പ്രാവർത്തികമാക്കി അതുപോലെ നമ്മളും ആകേണ്ടിയിരിക്കുന്നു എന്ന് പറയാനായിട്ടാണ് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലാണ് വൈയക്തികമായിട്ടുള്ള അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുന്നതായിട്ട് മത്തായി പറയുക. അതിനു മുമ്പ് വ്യക്തിപരമായ സൗഖ്യങ്ങളെ പറ്റി പറയുന്നില്ല. ഒരു കളക്റ്റീവ് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലും വ്യക്തിപരമായ
അത്ഭുത പ്രവർത്തനങ്ങളെപ്പറ്റി, രോഗസൗഖ്യങ്ങളെപ്പറ്റി മത്തായി പറയുന്ന 8-ാമത്തെ സുവിശേഷം 1 മുതൽ 17 വരെ 3 അടുപ്പിച്ചിട്ട് വരികയാണ്. മലയിലെ പ്രസംഗങ്ങൾക്ക് ശേഷം ഈശോ മല ഇറങ്ങി വരുമ്പോഴാണ് ഈ 3 അത്ഭുതങ്ങൾ സംഭവിക്കുക. ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു, ഒരു ശതാധിപൻ്റെ ഭൃത്യനെ സൗഖ്യപ്പെടുത്തുന്നു, പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്നു. ഈ കുഷ്ഠരോഗി, ശതാധിപൻ, ഈ അമ്മായിയമ്മ, ഇവർ 3 പേരും എപ്രകാരം പുണ്യത്തിൽ ജീവിച്ചു, അതും മറിയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങൾ ഇവരെപ്രകാരം ജീവിച്ചു, അതുപോലെ നമ്മളും ആകണമെന്ന് പറയാനാണ് ആഗ്രഹിക്കുക. ആദ്യമായിട്ട് ആ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ കടന്നു വരാം. ഈ കുഷ്ഠരോഗി ഈശോയുടെ പക്കൽ കടന്നു വന്നിട്ട് താഴ്മയോടെ അവൻ പറയുന്ന ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും, എങ്കിലും അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറയാൻ. പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളാണ്. കാരിസ് എന്ന ഗ്രീക്ക് വാക്ക് ഇങ്ങനെ കൃപകൾ, പുണ്യങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിയെ ഉദ്ദേശിക്കുക. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പുണ്യങ്ങൾ നിറഞ്ഞ വ്യക്തി എന്ന് മറിയത്തെ, നമ്മുടെ അമ്മയെ പറഞ്ഞുവെങ്കിൽ ആ പുണ്യങ്ങളുടെ നിറവിൽ നിന്നും 2 പുണ്യങ്ങൾ ഈ കുഷ്ഠരോഗിയിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഏതൊക്കെ? വിശ്വാസവും വിധേയത്വവും. വിശ്വാസം, വിധേയത്വം എന്നീ 2 പുണ്യങ്ങൾ ഈ മനുഷ്യരിൽ നമ്മൾ കണ്ടുമുട്ടിയ. ഈശോയുടെ അത്ഭുത സിദ്ധിയിൽ ഇയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈശോയുടെ പക്കൽ കടന്നു വരികയും തന്നെ സൗഖ്യപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തത്. അപ്പോൾ വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തിൻ്റെ പക്കൽ കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല. വിശ്വാസത്തോടുകൂടി ഈ മനുഷ്യൻ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ, അതിനേക്കാളും യേശുവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നത് മറ്റൊന്നാണ്: അവൻ്റെ വിധേയത്വം, ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വം. ഒരു കുഷ്ഠരോഗിയുടെ ജീവിതം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ, പരിവേദനകൾ നിറഞ്ഞ ജീവിതമാണ്. ഒരു തെരുവ് നായേക്കാളും പട്ടിയേക്കാളും വിലകെട്ടവനാണ് ഒരു കുഷ്ഠരോഗി. ഒരു കുഷ്ഠരോഗിയെ ആളുകൾ ആട്ടിപ്പായിച്ചിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ലാസറിൻ്റെയും ധനവാന്റെയൊക്കെ കഥയിൽ അടുക്കൽ നിൽക്കുന്ന പട്ടിയുടെ കാര്യം ഈശോ പറയുന്നു. നായ്ക്കൾ അടുക്കലുണ്ട്, കാൽപാദത്തെങ്കിലുണ്ട്. പക്ഷേ ഒരു കുഷ്ഠരോഗിയെ അകലെ മാത്രമേ നിർത്തുകയുള്ളൂ. ഒരു കല്ലേറ് ദൂരം പോലും അടുപ്പിക്കില്ല. കല്ലേറ് ദൂരം വന്നാൽ അവനെ കല്ലെറിയും, കുറച്ചും കൂടി അടുത്ത് വന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലും. അങ്ങനെ സമൂഹം മാറ്റി നിർത്തിയിരുന്ന, അധകൃതരായി കരുതിയിരുന്ന, പട്ടിക്ക് പോലും കൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങൾ പോലും കിട്ടാനായിട്ട് കഷ്ടപ്പെട്ടിരുന്ന, ഒരു വേദനിച്ച് നടന്നിരുന്ന മനുഷ്യനായിരുന്നു കുഷ്ഠരോഗികൾ. അങ്ങനെ സമൂഹം വെറുത്തുപേക്ഷിച്ച ഒരു മനുഷ്യനായ ഈ കുഷ്ഠരോഗി ഈശോയുടെ പക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ്: എന്നെ സൗഖ്യപ്പെടുത്തി വളരെ സാമാന്യമായ നോർമലായ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നല്ല അവൻ പറയുക, മറിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തിക്കൊള്ളുക, നിനക്ക് മനസ്സില്ലെങ്കിൽ ഇനിയും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഈ മനുഷ്യൻ പറയുക. അപ്പോൾ കർത്താവിൻ്റെ ഹിതത്തോട് വിധേയത്വമുള്ള ഒരു മനുഷ്യൻ, ഇതായിരുന്നു ഈ കുഷ്ഠരോഗി. അപ്പോൾ ഈ കുഷ്ഠരോഗിയായ മനുഷ്യന് ഈശോയിൽ ഇത്രത്തോളം വിശ്വാസവും ഇത്രത്തോളം വിധേയത്വവും ഉണ്ടെങ്കിൽ പരിശുദ്ധ മറിയത്തിൽ എത്ര അധികമായ ആ പുണ്യങ്ങൾ തിളങ്ങി വിളങ്ങി നിന്നിട്ടുണ്ടായിരിക്കാം. പരിശുദ്ധ മറിയം വിശ്വാസത്തോടെ തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത് പോലും അവളുടെ വിധേയത്വത്തോടു കൂടിയുള്ള ജീവിതത്തിലാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിക്കും. പക്ഷെ മറിയത്തിന് ഒന്നും അറിഞ്ഞുകൂടാ. അവൾ പറഞ്ഞു, എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യമല്ലേ, എനിക്കിതെങ്ങനെ അറിയാൻ സാധിക്കും? അപ്പോൾ ദൂതൻ പറഞ്ഞു, അതിനെപ്പറ്റി നീ വിഷമിക്കേണ്ട, നീ ആകുലപ്പെടേണ്ട. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നൊരൊറ്റ വാക്ക് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ അവൾ പറയുകയാണ്, ഹിന്നനി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സമ്പൂർണമായിക്കൊള്ളട്ടെ. മറിയം തന്നെ സത്യം പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുകയാണ്. എവിടേക്ക്? മരണത്തിലേക്ക്. മറിയത്തിന് അറിവുള്ളവളാണ്. മറിയം അറിയാം, യഹൂദ നിയമപ്രകാരം, മോശയുടെ നിയമപ്രകാരം ഒരുവൾ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ വിവാഹത്തിന് ശേഷം ഭർത്താവിനോട് ഒരുമിക്കുന്നതിന് മുമ്പേ ഗർഭിണിയായാൽ സംഭവിക്കുന്നത് എന്താണ്? കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. അപ്പോൾ താൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനുള്ള സാധ്യത നിലനിൽക്കെ ആ സാധ്യതയിലേക്ക് ദൈവത്തിനു വേണ്ടി
തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന വിശ്വാസമുള്ള വിധേയത്വമുള്ള പരിശുദ്ധ മറിയത്തെ നമ്മൾ കാണുകയാണ്. ഇവിടെ കാണുന്നത് എന്നെ പൂർണ്ണമായി, എന്നിൽ എന്ന വാക്ക് അതിൻ്റെ ഹീബ്രു സംശയം എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ, ഒരു അംശം പോലും മാറ്റിവെക്കാതെ എൻ്റെ പൂർണ്ണ ശരീരം, എൻ്റെ പൂർണ്ണാത്മാവ്, എൻ്റെ പൂർണ്ണ മനസ്സ്, ഞാനാകുന്ന വ്യക്തിയുടെ പൂർണ്ണതയിൽ കർത്താവെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പൂർണ്ണതയിൽ നിന്റെ പൂർണ്ണമായ ഇഷ്ടം നിറവേറ്റിക്കൊള്ളട്ടെ. ഹിന്നനി, ഇതാ ഞാൻ അങ്ങയുടെ ദാസി. അപ്രകാരം തന്നെ വിശ്വാസപൂർവം കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എറിഞ്ഞു കൊടുത്തവളാണ് മറിയം. എന്തുമായിക്കൊള്ളട്ടെ, കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു കൊള്ളട്ടെ, എങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റപ്പെടണമെന്ന് മറിയം ആഗ്രഹിച്ചു. ഈ മറിയത്തിൻ്റെ മക്കളാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കുഷ്ഠരോഗി അവൻ്റെ വിശ്വാസത്തിൽ, പ്രത്യാശയിൽ മറിയത്തിൻ്റെ മകനായതുപോലെ നമ്മളും ആകണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് ഉത്തരം നൽകുന്നില്ല എന്ന് തോന്നിയാലും, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ വേദനകളും പരിവേദനകളും മാറുന്നില്ല, സങ്കടങ്ങൾ മാറുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല, കടബാധ്യതകൾ മാറുന്നില്ല എന്നിരുന്നാലും കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ ചോദിക്കുന്നത് നൽകണമേ. ഈ അമ്മയുടെ മകനായതുകൊണ്ടായിരിക്കാം ഏറ്റവും മനോഹരമായി ഈശോയും പ്രാർത്ഥിച്ചത്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുവിഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടും എലോ എലോ ലമാ സബക്താനി എന്ന് പ്രാർത്ഥിച്ച് പിതാവിനോട് അന്ത്യമായി പ്രാർത്ഥിക്കുമ്പോഴും മറുപടി പിതാവ് കൊടുക്കാതിരുന്നപ്പോഴും പ്രത്യാശയോടെ ഈശോ എന്ത് ചെയ്തു? തൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഈ ഈശോയിനെ പോലെ പരിശുദ്ധ മറിയത്തിൻ്റെ നല്ല മക്കളായി തീരുവാൻ നമ്മളും വിശ്വാസവും ദൈവ മനസ്സിന് മുമ്പിൽ കീഴ്വഴക്കവും ഉള്ളവരായി തീരണമെന്ന് ഈ കുഷ്ഠരോഗിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത്, സൗഖ്യപ്പെടുത്തുന്നത് ശതാധിപൻ്റെ ഭൃത്യനെയാണ്. ശതാധിപൻ ഇങ്ങനെ വരികയാണ്, ഈശോയുടെ പക്കൽ വന്നിട്ട് യാചിക്കുകയാണ്, എൻ്റെ ഭൃത്യനെ നീ സുഖപ്പെടുത്തണമേ. ഈ ശതാധിപനിൽ നമ്മൾ കാണുന്ന ഒരു 4 പുണ്യങ്ങളുണ്ട്. ഒന്ന് വിശ്വാസമുണ്ട്, അനുകമ്പയുണ്ട്, എളിമയുണ്ട്, പൂർണ്ണമായ പ്രത്യാശയുണ്ട്. വിശ്വാസത്തെപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ മനുഷ്യനിൽ അനുകമ്പ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പുണ്യമാണ്. ദൈവം സമം സ്നേഹം എന്ന് പറയുക, അല്ലെ? സ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണ് അനുകമ്പ. സ്പ്ലങ്കിത്സോമായി എന്ന വാക്ക് ഈശോയുടെ അനുകമ്പയെപ്പറ്റി, കാരുണ്യത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി പറയാനായിട്ട് സുവിശേഷങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ്. അപ്പോൾ അനുകമ്പ, ഈ മനുഷ്യൻ അനുകമ്പയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അനുകമ്പയുള്ളവൻ ദൈവമുള്ളൊരു മനുഷ്യനാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. തൻ്റെ ഒരു ഭൃത്യനെ അത്യധികമായി സ്നേഹിക്കുന്ന അനുകമ്പയുള്ള ഒരു ശതാധിപൻ നമ്മളിവിടെ കാണുകയാണ്. ഒരു ശതാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്യാപ്റ്റനാണ്. പട്ടാളത്തിൽ ജോലി ചെയ്തവർക്കൊക്കെ അറിയാം, ഒരു ക്യാപ്റ്റൻ എന്താണ്, എല്ലാവരും സബോർഡിനേറ്റ്സിനോട് എപ്പോഴും ആജ്ഞാപിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ ഈ മനുഷ്യനാകട്ടെ സുഖമില്ലാതെ കിടക്കുന്ന തൻ്റെ ഒരു സബോർഡിനേറ്റ്, ഒരു ഭൃത്യൻ അവനോട് പറഞ്ഞില്ല, നീ പോയി ഈശോനെ കണ്ടിട്ട് സൗഖ്യപ്പെട്ടുകൊള്ള എന്ന് പറഞ്ഞില്ല. ഇവൻ തന്നെ നേരെ പോവുകയാണ്. ഈ ശതാധിപൻ ഈ മനുഷ്യന് വേണ്ടിയിട്ട് സ്വയം പോവുകയാണ്. എളിമയോടുകൂടെ, തൻ്റെ ഭൃത്യനോടുള്ള അനുകമ്പയോടുകൂടെ യേശുവിൻ്റെ പക്കൽ വന്നിട്ട് എങ്ങനെയാണ് യാചിക്കുക? യാചനാസുരത്തിൽ യേശുവിനോട് ചെന്ന് യാചിക്കുന്ന ഈ മനുഷ്യൻ. അപ്പോൾ ഈ സഹോദരനോട്, തൻ്റെ സഹവർത്തികനായിരിക്കുന്ന ഈ മനുഷ്യനോട്, ഭൃത്യനോട് അനുകമ്പാപൂർവം വർത്തിക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങളുടെ വിശ്വാസം കാണിക്കുക, എൻ്റെ പ്രവൃത്തി ഞാൻ കാണിക്കാമെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നില്ലേ? അനുകമ്പയില്ലാതെ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികളില്ലാതെ വിശ്വാസം മരവിച്ചതാണ്, മൃതമാണെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഇതാ ഈ മനുഷ്യൻ തൻ്റെ വിശ്വാസം, തൻ്റെ അനുകമ്പ മൂലം പ്രകടമാക്കുകയാണ്. എളിമയും ഈ മനുഷ്യന് വളരെയധികം ഉണ്ട്, പ്രത്യാശയും ഈ മനുഷ്യന് വളരെ അധികമുണ്ട്. പ്രത്യാശയോടുകൂടിയാണ് ഈശോയുടെ പക്കലേക്ക് വരിക. ഈശോയുടെ ഒരു ഒറ്റ വാക്ക് മാത്രം മതി എന്നാ പറയുക, നീ എൻ്റെ വീട്ടിൽ വരിക പോലും വേണ്ട, നിൻ്റെ ഒരു വാക്കിന് പോലും അകലെയുള്ള എൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന പ്രത്യാശയുള്ളൊരു മനുഷ്യൻ, എളിമയുള്ളൊരു മനുഷ്യൻ. ഇവൻ പറയുകയാണ്, കർത്താവേ അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. വലിയ സ്ഥാനീയനാണ് ഇയാൾ, ക്യാപ്റ്റനൊക്കെയാണ്, വലിയ സ്ഥാനത്തിരിക്കുന്ന ഈ മനുഷ്യൻ പക്ഷെ പറയുകയാണ്, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല.
ഇയാളുടെ ഒരു എളിമയെ പറ്റിയിട്ടൊരു കഥ ഇപ്രകാരമാണ്. ഇയാൾക്കൊരു സഹോദരൻ കൂടിയാണ്, ജ്യേഷ്ഠ സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ഇവർ റോമാക്കാരാണല്ലോ. റോമാക്കാർക്ക് കവിതകളോടും കഥകളോടും ഒക്കെ താല്പര്യമുള്ളതാണ്. ഇയാളുടെ ജ്യേഷ്ഠൻ ഒരു കവിയാണ്. അപ്പം ഇയാളുടെ അപ്പന്, ഇവരുടെ ഈ ശതാധിപൻ്റെ അപ്പന് ഇഷ്ടം ജ്യേഷ്ഠനോടാണ്, മൂത്തപുത്രനോട്. കാരണം അയാളൊരു കവിയാണ്. അപ്പോൾ കവിതകൾ എഴുതുന്ന പ്രസിദ്ധനായ ഈ മൂത്തപുത്രനോട് മാത്രമാണ് ഇയാൾക്ക് താല്പര്യം. ഇളയ മകൻ, അവനൊരു പട്ടാളക്കാരനാണ്, വലിയ വിലയൊന്നും കൊടുക്കാറില്ല. അങ്ങനെ എപ്പോഴും അവഗണിച്ചും അപമാനിച്ചും ഈ ഇളയ മകനെ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പക്ഷെ സംഭവിച്ചത്, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ എഴുതിയ കഥകളും കവിതകളും കാലത്തിൻ്റെ തിരശീലയിൽ മാഞ്ഞുപോയി. ആരും ആ കഥകൾ ഓർത്തെടുക്കാറില്ലായിരുന്നു, ആരും ആ കവിതകൾ ചൊല്ലാറില്ലായിരുന്നു. എവിടെയോ എങ്ങോ മാഞ്ഞുപോയ കവിതകൾ. പക്ഷേ അപ്പൻ്റെ യാതൊരു സ്നേഹവും ലഭിക്കാത്ത, അവഗണന മാത്രം കിട്ടിയ, അപ്പനിങ്ങനെ തഴഞ്ഞിട്ട ഈ ഒരു ഇളയ പുത്രനായ ശതാധിപൻ്റെ വാക്കുകൾ പക്ഷേ കാലങ്ങൾ ഭേദിച്ച് നിലനിന്നു. 2000 കൊല്ലങ്ങൾക്ക് ശേഷവും അവൻ്റെ 2 വാക്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാവിൽ പ്രാർത്ഥനയായി ഉയരുന്നു. ജ്യേഷ്ഠനായ കവിയുടെ കവിതകൾ മറന്ന് ലോകം പോയിട്ടും ഈ മകൻ്റെ, ഈ ഇളയ പുത്രൻ്റെ എളിമയുടെ പ്രാർത്ഥന ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഇതാണ് എളിമയുടെ സൗന്ദര്യം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കപടതയില്ലാത്ത ഒരു എളിമയായിരുന്നു ഈ ശതാധിപൻ്റേത്. കപടതയുള്ള എളിമയും നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ ഒരു ധനികനായ യുവാവ് ഓടി വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് മുട്ടുകുത്തി നിന്ന് ഈശോയോട് പറയുകയാണ്, ഈശോയെ, സ്വർഗരാജ്യം നേടാൻ ഞാൻ എന്ത് ചെയ്യണം? എളിമയോടെ മുട്ടുകുത്തി അതീവ വിനീതം കാണിക്കാൻ. ഇവൻ്റെ കപടമായ എളിമ കണ്ടിട്ട് ഈശോ അവനെ തകർത്തു വിടുകയാണ്. ഈശോ അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്, നീ കാണിക്കുന്നതൊന്നും അല്ല, നിനക്കൊരു കുറവുണ്ട്. ആദ്യത്തെ കുറവ് അവൻ്റെ കപടത തന്നെയായിരുന്നു. അത് തകർത്ത് തരിപ്പണമാക്കിയാണ് ഈശോ. അങ്ങനെ സങ്കടത്തോടെ അയാൾ മടങ്ങിപ്പോകുന്നു. പക്ഷേ യഥാർത്ഥമായ എളിമയോടെ ഈശോയുടെ പക്കലേക്ക് കടന്നു വന്ന ഈ ശതാധിപനെ കണ്ടിട്ട് ഈശോ പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലെ ഒരു വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് അവനെ ഉയർത്തുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. തന്നെ അവൻ താഴ്ത്തിയപ്പോൾ കർത്താവിനാൽ അവൻ ഉയർത്തപ്പെടുകയാണ്. പരിശുദ്ധ മറിയം ഇത് തന്നെയല്ലേ? പരിശുദ്ധ മറിയം ഈ വിശ്വാസത്തിൻ്റെയും ഈ എളിമയുടെയും ഈ സ്നേഹത്തിൻ്റെയും ഈ പ്രത്യാശയുടെയും ഒക്കെ ജീവിതം പുണ്യങ്ങൾ നയിച്ചോളല്ലേ, അതിൻ്റെ പരിപൂർണതയിൽ ജീവിച്ചോളല്ലേ. പരിശുദ്ധ മറിയത്തിൻ്റെ ആ വലിയ പ്രത്യാശ നമുക്കറിയാം, അവളുടെ അനുഗമനം നമുക്കറിയാം. ഇത് രണ്ടും കൂടി നമ്മൾ നോക്കുമ്പോൾ കാനായിലെ കല്യാണം നോക്കിയാൽ മതി. കാനായിലെ കല്യാണത്തിന് സംഭവിച്ചു, അവിടെ വീഞ്ഞു തീർന്നു പോയി. ഒരു വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ അപമാനിക്കപ്പെടാൻ പോകുമെന്നാണ്. അവർ അപമാനിക്കപ്പെടാൻ പോവുകയാണ്. ഇനി വീഞ്ഞു തീർന്നു പോയ ഈ വീടിൻ്റെ കാര്യം 1-2 ദിവസമല്ല, വർഷങ്ങളോളം നാട്ടുകാരും അയൽപ്പക്കക്കാരും പറയും, ഏതെങ്കിലും ഒരു വീട്ടിൽ തോമസ് ഏട്ടൻ അറിയോ, മറ്റേ വീഞ്ഞു തീർന്നു പോയ വീട്ടിൽ തോമസ് ഏട്ടനല്ലേ? അങ്ങനെയാണ്. സോറി, ഏതെങ്കിലും തോമസ് ഏട്ടനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വർഷങ്ങളോളം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇവര്. അപ്പം ഈ അപമാനത്തിൻ്റെ വേദന പേറി ഈ കുടുംബം ജീവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് ആ കുടുംബത്തിൻ്റെ വേദന സ്വന്തം വേദനയായി സ്പ്ലങ്കിത്സവുമായി ഒരു മാതൃവാത്സല്യത്തോടെ ഏറ്റെടുക്കുന്ന മറിയം, ഈ മറിയം വന്നിട്ട് ഈ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് ഈശോയുടെ പക്കൽ. ഈശോയുടെ പക്കൽ ചെന്നപ്പോൾ പക്ഷേ ഈശോയുടെ സ്വതസിദ്ധമായ രീതിയിൽ ഈശോ എന്ത് പറഞ്ഞു? സമയമായിട്ടില്ല, എന്നെക്കൊണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഈശോ പറയാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ മറിയത്തിൻ്റെ പ്രതീക്ഷ അവസാനിക്കുന്നില്ല. മറിയത്തിൻ്റെ പ്രതീക്ഷയുടെ ഔന്നത്യം അവിടെ നമ്മൾ മനസ്സിലാക്കുക. ഈശോ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുന്നിടത്തും മറിയത്തിൻ്റെ പ്രതീക്ഷ അസ്തമിക്കാത്തത് കൊണ്ടും മറിയത്തിൻ്റെ അനുകമ്പയും പ്രത്യാശയും കൊണ്ട് യേശു വീർപ്പുമുട്ടുകയാണ്. ഒടുവിൽ മറിയത്തിൻ്റെ അനുകമ്പയും പ്രത്യാശയും കൊണ്ട് വീർപ്പുമുട്ടി ഈശോ സ്വന്തം തീരുമാനം മാറ്റുകയാണ്. സമയമായിട്ടില്ല എന്ന് പറഞ്ഞവൻ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഇതാണ് മറിയത്തിൻ്റെ മധ്യസ്ഥതയുടെ പ്രത്യേകത.
പ്രത്യാശയോടെ നമ്മൾ ജീവിച്ചാൽ, മറിയത്തെ കണക്ക് ജീവിച്ചാൽ നമ്മൾ അത്ഭുതങ്ങൾ കാണും. വിശ്വസിച്ചാൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വചനത്തിൽ നമ്മളോട് ഈശോ പറയുന്നില്ലേ? നമ്മൾ അടുത്ത വർഷം 25-ാം വർഷം ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് അതിൻ്റെ തുടക്കമിട്ടുകൊണ്ടുള്ള ചാക്രിക ലേഖനത്തിൽ 25-ാം ഖണ്ഡികയിലെ പോപ്പ് ഫ്രാൻസിസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന മറിയത്തെ വിശേഷിപ്പിച്ച് പ്രത്യാശയുടെ മാതാവ്. പ്രത്യാശയുടെ മാതാവ് മറിയത്തെ കണക്ക് പ്രത്യാശയിൽ നമ്മൾ ജീവിക്കണമെന്ന് ഈ ജൂബിലി വർഷം നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ്. പരിശുദ്ധ മറിയം ഇതുപോലെ ഈ എളിമയിലും പൂർണ്ണമായ സ്നേഹത്തിലൊക്കെ ജീവിച്ചവളാണ്. എളിമ, പരിശുദ്ധ മറിയത്തിൻ്റെ എളിമ അവളുടെ തന്നെ പ്രാർത്ഥനയിലുണ്ടല്ലോ. മരിയ ഗീതയിൽ നമ്മൾ കാണുകയാണ്, തൻ്റെ ദാസിയുടെ താഴ്മയെ അവൻ കടാക്ഷിച്ചു, വലിയവരെ താഴ്ത്തുകയും എളിയവരെ ഉയർത്തുകയും ചെയ്തു. എത്രത്തോളം എളിമയാണ് പരിശുദ്ധ മറിയത്തിനുള്ളത്! എത്രത്തോളം എളിമയോടുകൂടെ പരിശുദ്ധ മറിയം ഓരോ കാര്യങ്ങളും ചെയ്തു. ഈ ശതാധിപൻ അവനൊരു ക്യാപ്റ്റനാണ്, എന്നിട്ടും എളിമയോടുകൂടെ ഇയാൾ വൃത്തിന് വേണ്ടി അപേക്ഷിക്കാൻ വന്നു. ഇതുപോലെ മറിയവും നമ്മൾ ആരെങ്കിലും നാളെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒക്കെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഒരു വലിയ സ്ഥാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താ? നമ്മൾ ചില ഗമയൊക്കെ കാണിച്ചിരിക്കും. മറിയത്തോട് പറഞ്ഞു, ഗബ്രിയേൽ പറഞ്ഞു, നീ ദൈവപുത്രൻ്റെ അമ്മയാണ്, ലോകത്തെ ഏറ്റവും അനുഗ്രഹീതയായ അമ്മയാണ്. പക്ഷേ ഇങ്ങനെ അനുഗ്രഹീതയായ ദൈവത്തിൻ്റെ അമ്മയായ മറിയം ഞാനിനി വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നില്ല. മറിച്ച് അവളെന്ത് ചെയ്തു? അവൾ എളിമയോടെ എലിസബത്തിൻ്റെ പക്കലേക്ക് പോവുകയാണ്. എളിമയോടെ തനിക്ക് എത്ര വലിയ സ്ഥാനമാണോ നൽകിയത്, എന്നിട്ടും അത്രയും താഴ്മയോടുകൂടെ പരിശുദ്ധ മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. അതാണ് മറിയത്തിൻ്റെ എളിമ. ഭൂമിയോളം താഴുന്ന പരിശുദ്ധ മറിയം, ഭൂമിയോളം എളിമയുള്ള പരിശുദ്ധ മറിയം. തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന കർത്താവിൻ്റെ വചനം നോക്കണമെങ്കിൽ ഒരൊറ്റ ആളെ മാത്രം നോക്കിയാൽ മതി, പരിശുദ്ധ മറിയത്തെ നോക്കിയാൽ മതി. അവൾ അത്രത്തോളം ഉയർത്തപ്പെട്ട് സ്വർഗത്തിൻ്റെ കൂടി രാജ്ഞിയായി അവൾ ഉയർത്തപ്പെടുകയാണ്. അതാണ് തന്നെ താഴ്ത്തുമ്പോഴുള്ള പരിശുദ്ധമായ ഗുണം. ഇവളുടെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ, ഈ പ്രത്യാശയിൽ, ഈ എളിമയിൽ, ഈ അനുകമ്പയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെയും വിളിക്കും, ഇതാ മറിയത്തിൻ്റെ മക്കൾ, ഇതാ മറിയത്തിൻ്റെ മക്കൾ. തിരുനാളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട വലിയ ദൗത്യം ഇതാണ്. മറിയത്തെ കണക്ക് അനുകമ്പയും എളിമയും പ്രത്യാശയും വിശ്വാസവും ഉള്ളവരായി തീരുവാനായിട്ട് പത്രോസ് പറയുന്നു, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ. മൂന്നാമത്തെ അത്ഭുതം നമ്മൾ കാണുക, പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുകയാണ്. പത്രോസിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഈശോ പത്രോസിൻ്റെ അമ്മായിയമ്മയെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഉടനെ എഴുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷിക്കുന്ന നമ്മൾ കാണുകയാണ്. 3 പുണ്യങ്ങൾ ഈ സ്ത്രീയിൽ നമ്മൾ കാണുകയാണ്. നന്ദിയുടെ പുണ്യം, ശുശ്രൂഷയുടെ പുണ്യം, വാത്സല്യത്തിൻ്റെ പുണ്യം. 3 പുണ്യങ്ങൾ കാണുകയാണ്. ശുശ്രൂഷയുടെയും വാത്സല്യത്തിൻ്റെയും പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോളട്ടെ, ഈശോയുടെ പട്ടണം ഏതാണ്? ഈശോയുടെ നാട് ഏതാ? ആയോ? അങ്ങനത്തെ ഒരു സ്ഥലമുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടല്ലോ. ബത്ലഹേം ആണോ? ജെറൂസലേമോ? നസറത്ത് അല്ലേ? നസറത്ത് നിന്നാണ് അല്ലേ? ബൈബിളിൽ പറയാണ് അവൻ സ്വദേശത്തേക്ക് മടങ്ങി വന്നു. ഏതാണ്? നസറത്ത്. പക്ഷെ നമ്മളിപ്പോൾ ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ നസറത്തിലല്ല, മറ്റൊരിടത്ത് എഴുതി വെച്ചിരിക്കുന്നത് ദ സിറ്റി ഓഫ് ജീസസ്, ഈശോയുടെ പട്ടണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നത് ഖഫർനാവൂമിലാണ് എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് പത്രോസിൻ്റെ ഈ വീട്ടിൽ ദ ഹൗസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ വീട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് അറിയാവോ? ഈശോ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ സ്വദേശമായ നസ്രത്ത് വിട്ടു. എന്നിട്ട് പിന്നീട് കൂടുതൽ അത്ഭുതങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയത് കഫർനാവൂമിലാണ്. അവിടെയാണ് ഈശോ പിന്നീട് ഈ 3 വർഷം പ്രധാനമായിട്ടും ജീവിച്ചത്. പത്രോസിൻ്റെ വീട്ടിലാണ് ഈശോ ജീവിച്ചത്. അതുകൊണ്ട് ആ നഗരത്തെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഈശോയുടെ നഗരം എന്നാണ്. അപ്പോൾ ഈ ഒരു 3 വർഷം നസറത്തിൽ തൻ്റെ അമ്മയെ വിട്ടിട്ട് കഫർനാവൂമിൽ വന്ന് ജീവിച്ച ഈശോയ്ക്ക് വാത്സല്യത്തിൻ്റെ ഒരു അമ്മയായി മാറിയ സ്ത്രീയാണ് ഈ പത്രോസിൻ്റെ അമ്മായി അമ്മ.
ഒരു മാതൃവാത്സല്യം കൊടുത്തവളാണ് പത്രോസിൻ്റെ അമ്മായിയമ്മ. ഈശോ നമ്മോട് പറയുന്നില്ലേ, സ്വർഗരാജ്യത്തെ പ്രതി നീ അമ്മയെയോ അപ്പനെയോ മക്കളെയോ സഹോദരരെയോ ഭാര്യയൊക്കെ വിട്ടു കഴിഞ്ഞാൽ എന്താണ് 100 ഇരട്ടി കിട്ടുമെന്ന് ഈശോ പറഞ്ഞ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ആ അനുഭവം തുടങ്ങുന്നത് എവിടെയാണ്? പത്രോസിൻ്റെ വീട്ടിലാണ്. പത്രോസ് ഈശോയുടെ സഹോദരനായിട്ട് തീരുന്നു, അവൻ്റെ ഭാര്യ സഹോദരിയായി തീർന്നു, അവൻ്റെ അമ്മായിയമ്മ ഈശോയുടെ അമ്മയായി തീർന്നു. ഈ അമ്മയുടെ വാത്സല്യം നിരന്തരം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പത്രോസിൻ്റെ അമ്മായിയമ്മ. ഇവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മനെ ഈശോ സൗഖ്യപ്പെടുത്തുമ്പോൾ അവൾ ഉടനെ എഴുന്നേൽക്കുന്നതും ഉടനെ ഈശോവിനെ ശുശ്രൂഷിക്കുന്നത് ഈ മാതൃവാത്സല്യത്തോടു കൂടെയാണ്. അത് ഒരു നന്ദി സൂചകം കൂടിയാണ്. തന്നെ സൗഖ്യപ്പെടുത്തിയ ഈശോവിനെ അവൾ ശുശ്രൂഷിക്കുകയാണ്, നന്ദി സൂചകം കൂടിയാണ്. ഇപ്രകാരം പരിശുദ്ധ മറിയത്തിലും ഈ 3 പുണ്യങ്ങൾ അതിൻ്റെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കും. നന്ദിയുടെയും ശുശ്രൂഷയുടെയും വാത്സല്യത്തിൻ്റെയും പുണ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ മറിയം എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ മറിയം പോലും ഗർഭിണിയാണെന്ന് നമുക്കറിയാം. അതെങ്ങനെ പോകുന്നത്? തിടുക്കത്തിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ മറിയത്തിന്? നമ്മളൊക്കെ അറിയാം അല്ലേ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അറിയാം, ഇപ്പോഴൊക്കെ ഈ ഗർഭിണിയാകുമ്പോൾ അല്ലെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അനങ്ങാതെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷേ മറിയം തിടുക്കത്തിൽ പോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പാരമ്പര്യം അനുസരിച്ചൊരു നന്ദി സൂചകമാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാൻ. അവൾ എങ്ങനെയാണ് ജനിച്ചതെന്നൊക്കെ നമുക്കറിയാം. ജോവാക്കീം അന്നയും വൃദ്ധരായിരുന്നു. ഈ വൃദ്ധരായ ഇവർക്കാണ് പരിശുദ്ധ മറിയം ജനിക്കുക. ഈ വൃദ്ധരായിരുന്നത് കൊണ്ട് തന്നെ പരിശുദ്ധ മറിയം ജനിച്ച അധികം വൈകാതെ അവർ ഇരുവരും മരിച്ചു. മറിയം അനാഥയായി ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. ഈ ദേവാലയത്തിൽ ഇവളെ നോക്കിയത് ഇവളുടെ ബന്ധുക്കളായിരുന്ന എലിസബത്തായിരുന്നു. അപ്പോൾ ഈ എലിസബത്താണ്, അവളുടെ ആൻറ്റിയായ എലിസബത്തായിരുന്നു പരിശുദ്ധ മറിയത്തെ ചെറുപ്പത്തിൽ വളർത്തിയത് എന്നാണ് ഒരു പാരമ്പര്യം. ഈ പാരമ്പര്യം അനുസരിച്ചിട്ടാണ് തന്നെ വളർത്തി വലുതാക്കിയ, തൻ്റെ ഏകാന്തതയിൽ തന്നെ സംരക്ഷിച്ച എലിസബത്തിനൊരു ആവശ്യം വന്നപ്പോൾ ഏറ്റവും നന്ദിയോടുകൂടെ അവളെ ശുശ്രൂഷിക്കുവാനായിട്ട് മറിയം ഓടി ചെല്ലിക്കാൻ. അതാണ് ആ തിടുക്കത്തിൽ കാണുക. നന്ദിയുടെ പ്രതിഫലനം, എളിമയുടെ പ്രതിഫലനം, അനുകമ്പയുടെ പ്രതിഫലനം, സ്നേഹത്തിൻ്റെ പ്രതിഫലനം ഈ തിടുക്കം എന്ന വാക്കിൽ നമ്മൾ കാണുകയാണ്. അത്രത്തോളം നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവളായൊരു ദൈവം മറിയം. ദൈവം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, നന്ദി പറയാൻ മനുഷ്യന് മടിയുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടുള്ള കഥയുണ്ടല്ലോ, സ്വർഗത്തിൽ 2 മാലാഖമാർ എഴുതുന്നുണ്ട്. എന്താണ്? ഒന്ന് പ്രാർത്ഥന എഴുതുന്നത് അല്ലേ, അയാൾ 2 കൈയും വെച്ചും പിന്നെ കാലും വെച്ച് എഴുതണം, അതിന് മാത്രം പ്രാർത്ഥന വരികയെ. എന്നാൽ മറ്റാളോ നന്ദി എഴുതുന്ന ആളിങ്ങനെ ഈച്ചയൊക്കെ അടിച്ചിരിക്കാം. വല്ലപ്പോഴൊക്കെ നന്ദി വരുന്നത് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം, കോട്ടുമായിട്ടൊക്കെ ഇരിക്കാൻ. അപ്പം നന്ദി പറയാൻ നമുക്ക് പലപ്പോഴും മടിയാണ് അല്ലേ. സൗഖ്യപ്പെട്ടത് 10 പേരല്ലേ, ബാക്കി 9 പേരെവിടെ എന്ന് ചോദിക്കുന്ന ക്രിസ്തു നമ്മളോടും ചോദിക്കും. മറിയമാകട്ടെ തൻ്റെ ഗർഭാവസ്ഥയിൽ കൂടിയും അത് വകവയ്ക്കാതെ തിടുക്കത്തോടെ നന്ദിയോടെ പോയി തൻ്റെ പ്രിയ ആൻറ്റിക്ക് ശുശ്രൂഷ ചെയ്യാൻ. ഇതുപോലെ തിടുക്കത്തോടെ ദൈവത്തിനും സഹോദരർക്കും നന്ദി പറയുന്ന ഒരു ജീവിതമായിട്ട് തീരണം. ഓരോ ബലിയും എവുക്കറിസ്തിയ, സ്തുതി അർപ്പണം, നന്ദി അർപ്പണമാണ്. അപ്പം ഈ തിരുനാളിൽ നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വലിയൊരു നന്ദിയുടെ ബലിയായിട്ട് തീരണം. ഒപ്പം വാത്സല്യത്തിൻ്റെ ഒരു പൂർണ്ണത കൂടി മറിയത്തിലുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഒരു കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. മറിയത്തിൻ്റെ വാത്സല്യം മനസ്സിലാക്കാണ്ട് ഒരു കൊച്ചു കഥ. മേൽക്കൂര എന്നാണ് കഥയുടെ പേര്. മേൽക്കൂര. ഈ കഥയുടെ ഒരു പശ്ചാത്തലം മർക്കോസിൻ്റെ സുവിശേഷം. ഈശോ പരസ്യജീവിതം ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചപ്പോൾ പത്രോസിലെ നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഫർനഹൂമിൽ വന്നിട്ടാണ് താമസിക്കുന്നത്, പത്രോസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ പരിശുദ്ധ മറിയം അവിടെ നസറത്തിൽ ഒറ്റക്കാണ്. അപ്പോൾ നസറത്തിൽ ചെല്ലുമ്പോഴൊക്കെ പത്രോസ് പറയും, മേൽക്കൂരയ്ക്ക് ആകെ ജീർണിച്ച്. യൗസപിതാവ് മരിച്ചതിന് ശേഷം ഈശോ ഇച്ചിരി ഉഴപ്പനായിരുന്നു, വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ഈശോ സ്വർഗരാജ്യത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് വീടിൻ്റെ കാര്യങ്ങളും അല്ലേ, നിങ്ങൾ എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്ത് കിടക്കുക, അല്ലെങ്കിൽ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീടിനെ പറ്റി വലിയ ശ്രദ്ധയില്ലാത്ത ആളായിരുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നോക്കിയേ വീടിൻ്റെ മേൽക്കൂരയൊക്കെ ഒന്ന് കഴുക്കോലൊക്കെ ഒന്ന് ദ്രവിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റണ്ടേ. നമ്മൾ ഇവിടെ നിന്ന് പ്രഘോഷിക്കാനായിട്ട് പോകുമ്പോൾ അമ്മ മറിയം ഒറ്റക്കല്ലേ, അവൾക്കെന്ന് സംഭവിക്കാതിരിക്കും, വീടും നമുക്ക് റിപ്പയർ ചെയ്യണ്ടേ. അപ്പോൾ സ്വതസിദ്ധമായ രീതിയിൽ ഈശോ വീണ്ടും പത്രോസിനോട് എന്ത് പറഞ്ഞു? സമയമായിട്ടില്ല. അങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. പലരാവർത്തി പത്രോസ് ഇത് പറയുന്നുണ്ട്, പക്ഷേ ഈശോ സമയമായിട്ടില്ല എന്നൊക്കെ പറയും.
അങ്ങനെ ഇരിക്കെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുകയാണ്, മർക്കോസിൻ്റെ സുവിശേഷം വായിക്കണം. അവൻ വീട്ടിലുണ്ടെന്നറിഞ്ഞ് ഒരു വലിയ ജനസഞ്ചയം അവിടെ തടിച്ചുകൂടി. വീട്ടിലെത്തി, ഈശോ വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി ആളുകൾ വരികയാണ്. അപ്പോഴാണ് നോക്കുമ്പോഴേ ഹൊയ് 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 എന്ന് പറഞ്ഞ് 4 പേര് ഇങ്ങനെ ഒരു മഞ്ചത്തിൽ ഒരു തളർവാദ രോഗി കൊണ്ടുവരികയാണ്. എന്തിനാണ്? സുഖപ്പെടുത്താനായിട്ട്. കൊണ്ടുവന്നപ്പോൾ കയറ്റാൻ പറ്റുമോ? ഇല്ല, മുറിക്കുള്ളിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു? അവർ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് അയാളെ താഴെ ഇറക്കി. ബാക്കി കഥ നമുക്കറിയാവുന്നതാണ്. ഈശോ സൗഖ്യപ്പെടുത്തി എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഒരു BCC പ്രെയർ മീറ്റിംഗ് കഴിഞ്ഞ പ്രതീതിയിൽ അവസാനം എന്ത് ചെയ്തു? ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഠും എന്നും പറഞ്ഞൊരു സൗണ്ടോടുകൂടെ ഈ മേൽക്കൂര ഇടിഞ്ഞു വീണു. ഒരു കാറ്റടിച്ചപ്പോൾ ഈ മേൽക്കൂര ഇടിഞ്ഞു വീണു. ഇങ്ങനെ പൊടിപടൽ ഇങ്ങനെ ആകാശപൂർവ്വം ഇങ്ങനെ പടരുകയാണ്. അപ്പോൾ പത്രോസ് ഉണ്ടല്ലോ, പത്രോസ് പല ആവർത്തി ഈശോനോട് പറഞ്ഞാണ് മേൽക്കൂരൊക്കെ നന്നാക്കണമെന്ന്. പത്രോസ് ഒരു തിരിഞ്ഞൊരു നോട്ടം. എന്നിട്ട് എന്താണ്? അപ്പോഴേ പറഞ്ഞതല്ലേ, നിന്നോട് പറഞ്ഞതല്ലേ, സമയമായിട്ടില്ല അല്ലേ. പത്രോസിൻ്റെ ഈ നോട്ടം കേട്ടപ്പോൾ ഈശോയുടെ ഉള്ളിലൊരു കത്തി, അമ്മേ എന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ട് ഈശോ ഓടി അമ്മേനെ അന്വേഷിക്കാൻ. അമ്മ ഇനി പൊടിപടലത്തിൻ്റെ ഇടയിലൂടെ ഈശോനെ അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ട് ഓടി നോക്കുമ്പോൾ കുറച്ചകലെ ഒരു ചെറിമരത്തിൻ്റെ കീഴിൽ പരിശുദ്ധ മറിയം ഇരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കൊച്ചുകുട്ടികളെ ആശ്വസിപ്പിക്കണം. ഇത് വീണ സൗണ്ടിൽ പേടിച്ച് പോയ കൊച്ചുകുട്ടികളെ ആശ്വസിപ്പിച്ച് അവർക്ക് ചെറിപ്പഴങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ചെറിമരത്തിൻ്റെ താഴെ മറിയം ഇരിക്കുകയാണ്. ഈശോ ഓടിച്ചെന്ന് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ തല ചായച്ച് അവളുടെ മടിയിലേക്ക് തല വെച്ചിട്ട് മുഖത്ത് നോക്കിയിട്ട് അമ്മേ എന്നൊരൊറ്റ വിളി. പിന്നെ ഒന്നും സംസാരിക്കുന്നത്, അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിച്ചു. ഈശോയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് മറിയത്തിന് മനസ്സിലായി. എൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടല്ലേ ഈ വീട് വീണു പോയത്. ഞാൻ വചനം പ്രഘോഷിച്ച് പോകുമ്പോൾ നിനക്ക് സുരക്ഷിതമായി ജീവിക്കേണ്ട ഇടമല്ലേ ഇപ്പോൾ തകർന്നു പോയത് എന്നൊരു കുറ്റബോധത്തോടു കൂടി ഈശോ ഇരിക്കുമ്പോൾ ഇങ്ങനെ മറിയം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഈശോയുടെ തല പിടിച്ചിട്ട് ഇങ്ങനെ തടവിക്കൊണ്ട് പാറ്റിക്കൊണ്ട് മറിയം ഈശോയോട് പറയണം, മകനെ നീ വിഷമിക്കണ്ട, മകനെ നീ എന്തിനു വിഷമിക്കുന്നു, നീ ഒരിക്കലും സങ്കടപ്പെടണ്ട. ഈ തകർന്നു പോയ മേൽക്കൂരയെ പ്രതി നീ സങ്കടപ്പെടുകയല്ല, സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നിന്റെ പിതാവായ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം ഈ മേൽക്കൂരയിൽ തട്ടി വളർച്ച മുരടിച്ചു പോകേണ്ടതല്ല, മറിച്ച് ഈ മേൽക്കൂരയും പൊളിച്ച് ആകാശത്തോളം വളർന്ന് സർവരെയും എന്നിലേക്ക് സ്വീകരിക്കുന്ന വടവൃക്ഷങ്ങളൊക്കെ എല്ലാവരുടെയും അമ്മയായി ആകാശം മുട്ടെ വളരാനുള്ള വലിയ കൃപയുടെ വിളിയാണ് മകനെ എനിക്ക് ദൈവം നിന്റെ അപ്പം തന്നിരിക്കുന്നത്. യേശുവിനെ ആശ്വസിപ്പിക്കുന്ന മറിയം. പ്രിയപ്പെട്ടവർ, എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ. അങ്ങ് ഇസ്രായേലിൽ ജീവിച്ച പരിശുദ്ധ മറിയം ഇന്ത്യയിൽ, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന നമ്മുടെ അമ്മയായിട്ട്. കാരണം എന്താണ്? ആകാശത്തോളം, ഭൂമി എത്ര വലുതാണോ അതിനേക്കാൾ വലുത് സ്വർഗത്തോളം വളർന്ന് വലുതായ ഈ അമ്മ നമ്മുടെ അമ്മയായി തീർന്നിരിക്കുന്നു. അവളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. കാരണം നമ്മൾ അവളിൽ ഭാഗ്യവതിയായിരിക്കുകയാണ്. പരിശുദ്ധ മറിയം എത്രത്തോളം ഭാഗ്യവതിയാണോ ആ ഭാഗ്യം നമുക്ക് നൽകാൻ വേണ്ടി കുരിശിൽ ഈശോ അവളെ നമ്മളെ അമ്മയായി തീർന്നു നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കന്യാമാതാവിൻ്റെ ഈ ഭാഗ്യം നിറഞ്ഞ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഈ തിരുനാളിൽ ഞാനും നിങ്ങളും ഏറ്റുപറയുന്ന ഒരു പ്രതിജ്ഞ ഇതാണ്. ഈ നമ്മളിപ്പോൾ കണ്ട പോലെ പത്രോസിൻ്റെ അമ്മായിയമ്മേനെയും ശതാധിപനെയും കുഷ്ഠരോഗിയൊക്കെ ചെയ്തതുപോലെ മറിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപയുടെ, വിശുദ്ധിയുടെ, പുണ്യങ്ങളുടെ ഒരു അംശം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊള്ളാം, ഞാനത് ജീവിച്ചു കൊള്ളാമെന്ന ഒരു വലിയ പ്രതിജ്ഞയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ആ പ്രതിജ്ഞ ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാമാതാവിൻ്റെ ഈ ജനന തിരുനാൾ നമ്മളെ അതിന് ഒരുക്കുമാറാകട്ടെ. ആവേ മരിയ.